ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ മുടിയെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് കുറച്ച് ഞവരയിലയാണ് കേട്ടോ. നമ്മുടെ പനിക്കൂർക്ക എന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്, പക്ഷേ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ഇത് ഞവരയില എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിനൽ വാല്യൂവും ഇതിന് നല്ല പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ചെലന്തി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പുഴു, ചെലന്തി അങ്ങനെ ഒരു കാര്യവും ഇതിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ നല്ല വൃത്തിയുള്ളതാണ് നമ്മൾ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ എല്ലാവരും ഇത് എണ്ണ കാച്ചുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ട് എണ്ണ കാച്ചിയാണ് എടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ എണ്ണ കാച്ചി തേക്കുന്നവരാണെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല. അങ്ങനെ എണ്ണ കാച്ചി തേക്കാത്തവർ, അതായത് ഞാൻ ഇപ്പോൾ സാധാരണ ഡാബർ ആംലയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മുടെ പനിക്കൂർക്കയുടെ അംശം ഇല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളവർക്ക് സെപ്പറേറ്റ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ പാക്കിലായാലും ഹെയർ സിറത്തിലായാലും നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇത് ജലദോഷമുള്ളവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതായത് നമ്മൾ ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ആഡ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ജലദോഷം കൺട്രോൾ ചെയ്തിട്ട് നീരിറക്കമൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമുക്ക് നല്ലവണ്ണം ചൂടാക്കി ഇതിൻ്റെ ജ്യൂസ് നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു പപ്പടം കുത്തി, അല്ല എങ്കിൽ നമ്മുടെ ഓലയിൽ നിന്ന് ഈർക്കിലെടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമുക്കിതുപോലെ ഒന്ന് കൊരുത്ത് കൊടുക്കാം. ഞാൻ ഒരു 7 എണ്ണം ഇതുപോലെ കൊരുത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇത് നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഫ്ലെയിം അത്ര നല്ല കത്തുന്നില്ല, കാരണം ഞാൻ ഇന്ന് കഴുകിയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നനവുള്ള ഭാഗം അത്രയും നമ്മുടെ തീ വരുന്നില്ല, അത് നമുക്ക് സാരമില്ല. ഇതാ നല്ലവണ്ണം നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് കുഴഞ്ഞു വരും കേട്ടോ. അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇത് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചൂടാക്കി എടുക്കാവേ. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഇതിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞെടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ നീര് കിട്ടത്തുള്ളൂ. നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് ഞെരടി കൊടുത്താൽ മാത്രം മതി. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ എടുത്ത് വെച്ച ഞവരയില നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുക. അത് ചെറിയ ചൂടേ ഉള്ളൂ. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടോടെ ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ നീര് കിട്ടത്തുള്ളൂ. കണ്ടോ, നമ്മളിത് പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ നീര് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ മുടി വളർത്തിയെടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റണം. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ, ഇപ്പോൾ എനിക്കിത് അവൈലബിലിറ്റി കൂടുതലാണ്, അതായത് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ഈ സാധനം ഇഷ്ടം പോലെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ കൂട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ എല്ലാ പ്രശ്നങ്ങളും, ഇച്ചിങ്ങും, അതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട് ചെറിയ ചെറിയ കുരുക്കൾ പോലെ വന്നിരിക്കും. അത് വേർക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിക്കും. അപ്പോൾ അങ്ങനെ പൊട്ടുന്നവർക്കൊക്കെ ഇത് നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മുടെ വേപ്പില്ലേ, ആര്യവേപ്പ്, അതും നല്ലതാണേ. അപ്പോൾ നമ്മളുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ പൊടികളുണ്ട്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇത് ചൂടാക്കിയ സമയത്ത് കരിഞ്ഞു പോയതാണ്. അത് നമ്മളിപ്പം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു നാടൻ മുട്ടയാണ്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുപോലെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് മുട്ടയുടെ മഞ്ഞ കാരണം സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. ചിലവർക്ക് അങ്ങനെ അത് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ കാണും. അങ്ങനെയുള്ളൊരു വെള്ളം മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ചായയുടെ ഒരു നിറമാവും കേട്ടോ. അത് കണ്ടോ, നമ്മുടെ ചായയുടെ ഒരു നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ്. നാച്ചുറൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത്രയും ഒന്ന് സ്കൂപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഒരു 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലേ ഇത് നല്ലവണ്ണം മിക്സായി വരത്തുള്ളൂ.
നമുക്ക് മുട്ടയും അതുപോലെ തന്നെ പനിക്കൂർക്കയും എല്ലാം പല രീതിയിൽ നമുക്ക് തലയിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ദിവസം ഉപയോഗിച്ചിരിക്കണം. അത് നമ്മുടെ താരൻ പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ. ഇനി നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരം പറയുന്നത് പോലെ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. മുടിയുടെ കെട്ടെല്ലാം ഞാൻ ഓൾറെഡി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഡാബർ ആംലയാണേ. ഇത് ഒരു ചെറിയൊരളവിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹെയർ മാസ്കിലേക്ക് ഒരു 1-2 തുള്ളി ഒഴിച്ചതിന് ശേഷം അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അങ്ങനെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് ഓയിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാസ്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇനി ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയെന്ന് പറയുമ്പോൾ സ്കാൽപ്പിലേക്കാണ്. തലമുടിയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, മുട്ടയുടെ വെള്ളയാണോ താല്പര്യം അതെടുക്കാം. അല്ലായെങ്കിൽ മഞ്ഞയാണെങ്കിൽ മഞ്ഞ എടുക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ ചായയുടെ ഒരു കളറായിട്ടുണ്ട്. മുട്ടയും ഈ പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ അലോവേരയും കൂടെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ, ഇത് താരം പൂർണ്ണമായും മാറും കേട്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ചെറിയ ചെറിയ മുടി കിളിർക്കാനും ഈ ഒരു ഹെയർ മാസ്ക് സഹായിക്കുകയെ. ഇപ്പോൾ മുട്ടയുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം, പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ മുടിയിലും മുട്ട അപ്ലൈ ചെയ്യണം. ചിലവർക്ക് സ്മെല്ല് പിടിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകിയാൽ മതി. പക്ഷേ ഞാൻ ഇപ്പോൾ കഴുകാൻ പോകുന്നത് നമ്മുടെ നാച്ചുറൽ താളി ഉപയോഗിച്ചാണ്. ഞാൻ ഷാമ്പൂസ് അധികം ഉപയോഗിക്കാറില്ല. നാച്ചുറൽ താളി ഉപയോഗിച്ചാണ് ഞാൻ കഴുകുന്നത്, അതായത് ചെമ്പരത്തി താളി. അപ്പോൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. അത് നമുക്ക് മുടി ഇഴകളിലേക്ക് അത്ര വേണമെന്നില്ല, സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. മിച്ചം ഉണ്ടെങ്കിൽ മാത്രം മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയുടെ നീര് കുറച്ച് കൂടുതലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ളത് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയിലേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കെട്ടി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഷാമ്പൂസ് ഇടുന്നവർക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിക്കാം. അല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാച്ചുറൽ താളീസ് ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം. അതായിരിക്കും ബൈ ബൈ.